24,176. ആ നമ്പറിലേക്ക് ഒന്ന് നോക്കൂ. വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ നമ്മൾ അവിടെയാണ് നിന്നിരുന്നത്. 0.62% താഴ്ച. ആ ചുവപ്പ് നിറം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ആദി വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ നമ്പറുകൾ നമ്മളോട് പറയുന്നത് മറ്റൊരു കഥയാണ്. നാളെ രാവിലെ 9:15 നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സിംഗപ്പൂരിലെ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് വിളിക്കുന്ന മാർക്കറ്റ്, അവിടെ 24,280 നിലവാരത്തിലാണ് വാരാന്ത്യത്തിൽ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇതൊരു ട്രെയിലർ പോലെയാണ്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് എന്ത് സംഭവിക്കും എന്നൊരു സൂചന. ഈ നമ്പറുകൾ വെച്ച് നോക്കിയാൽ നാളെ ഒരു വലിയ പടക്കം പൊട്ടൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പക്ഷേ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു നേട്ടം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആവേശം എത്രത്തോളം നീണ്ടു നിൽക്കും? ഒരു നമ്പർ, അതിലാണ് നാളെ എല്ലാം ഇരിക്കുന്നത്. 24,000. ഇതൊരു വെറും അക്കമല്ല, ഇതൊരു കോട്ടയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റി ഈ കോട്ട കാക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. വിദേശ നിക്ഷേപകർ വിറ്റുമടങ്ങുമ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ ഇൻവെസ്റ്റർമാർ ഈ ലെവലിൽ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നുണ്ട്. ഇതൊരു വടംവലി പോലെയാണ്. നാളെ നിങ്ങൾ നോക്കേണ്ട ആദ്യത്തെ ലക്ഷ്മണ രേഖ 24,117 ആണ്. ഇതിന് താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിയാൽ അവിടെയാണ് നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടത്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ എന്തിനാണ് ലോകത്തിന്റെ മറ്റൊരു കോണിലിരിക്കുന്ന നാസാഡക്കിനെയും അമേരിക്കൻ വിപണിയെയും നോക്കുന്നത്? അവിടെ ടെക് ഓഹരികൾക്ക് ഒരു ഉണർവുണ്ടായാൽ അതിന്റെ പ്രതിഫലനം നമ്മുടെ IT പാർക്കുകളിലും ഉണ്ടാകും. ഒരു IT ജീവനക്കാരന്റെ പോർട്ട്ഫോളിയോ എടുത്തു നോക്കൂ. അതിൽ ഭൂരിഭാഗവും വലിയ ടെക് കമ്പനികളായിരിക്കും. അമേരിക്കയിൽ ഒരു പോസിറ്റീവ് വാർത്ത വന്നാൽ നാളെ രാവിലെ നമ്മുടെ ഇൻഫോസിസിലും TCSലും അതിന്റെ ഗുണം കാണാം. ഇത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇതിനിടയിൽ ക്രൂഡ് ഓയിൽ എന്നൊരു വില്ലനുണ്ട്. നിലവിൽ WTI ക്രൂഡ് ബാരലിന് $95.42 നിൽക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് 101.3 ലെവലിലും ക്ലോസിംഗ് നടത്തിയിരുന്നു. ഈ വില നിലവാരങ്ങൾ ഒന്ന് ഉണർന്നാൽ നമ്മുടെ വിപണിയുടെ മുഖം തന്നെ മാറും. ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം, അത് കൂടുമെന്ന പേടി വന്നാൽ വലിയ ഇൻവെസ്റ്റേഴ്സ് പണം പിൻവലിക്കാൻ തുടങ്ങും. ഡോളർ ശക്തമാകുമ്പോൾ നമ്മുടെ രൂപയ്ക്ക് എന്ത് സംഭവിക്കും? അതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. ഒന്ന് മാറിയാൽ എല്ലാം മാറും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച 736.85 പോയിന്റുകൾ അഥവാ 1.31% ഇടിവ് നേരിട്ട് 55,310.55 പോയിന്റുകളാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വീട് എടുക്കാൻ ലോൺ നോക്കുമ്പോഴോ EMI അടയ്ക്കുമ്പോഴോ ഒക്കെ ഈ ബാങ്ക് സെക്ടറിനെ ശ്രദ്ധിക്കാറുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 55,310 എന്ന ആ ഒരു റേഞ്ചിലാണ്. നാളെ ബാങ്കുകൾ ഒന്ന് ഉഷാറായാൽ മാത്രമേ നിഫ്റ്റി ഇനി മുന്നേറാൻ കഴിയൂ. HDFC ബാങ്ക് അല്ലെങ്കിൽ ICICI ബാങ്ക് പോലുള്ള വമ്പന്മാരുടെ നീക്കങ്ങൾ നാളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ തളർന്നാൽ മാർക്കറ്റും ഒന്ന് കിതയ്ക്കും. ഇത് നിസ്സാരമല്ല. ഒരു സാധാരണ മലയാളി ഇൻവെസ്റ്റർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നാളെ രാവിലെ ഞാൻ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല തന്ത്രം എന്നത് സമാധാനമായി ഇരിക്കുക എന്നതാണ്. രാവിലെ തന്നെ എല്ലാ പണവും എടുത്ത് ഒരു ഷെയറിൽ ഇടുന്നത് ഒരു ബുദ്ധിയല്ല. അത് പലപ്പോഴും നമ്മളെ കുഴിയിൽ ചാടിക്കും. 24,300 മുതൽ 24,600 വരെ ഒരു വലിയ മതിൽ പോലെയാണ്. അവിടേക്ക് എത്തുമ്പോൾ ലാഭമെടുത്ത് മാറാനാണ് പലരും നോക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് പെട്ടുപോകരുത്. ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ആൾ തന്റെ ലാഭം എങ്ങനെയാണോ വിവേകത്തോടെ ഉപയോഗിക്കുന്നത്, അതുപോലെ വേണം നമ്മുടെ ഷെയർ മാർക്കറ്റിനെയും കാണാൻ. ഇതൊരു ചൂതാട്ടമല്ല, ഇതൊരു ബിസിനസ്സാണ്. ക്വാളിറ്റിയുള്ള ഓഹരികൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ പറയുന്ന സപ്പോർട്ട് ലെവലുകളിൽ എത്തുമ്പോൾ അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അല്ലാതെ വാട്സപ്പിൽ വരുന്ന ടിപ്പുകൾ നോക്കി പണം കളയരുത്. നാളെ മാർക്കറ്റ് ഒരു പക്ഷേ ബോറടിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മളെ പരീക്ഷിച്ചേക്കാം. എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്: 24,000 എന്ന ആ ലെവൽ തകരാത്തിടത്തോളം കാലം നമുക്ക് വലിയ പേടിയുടെ കാര്യമില്ല. അതൊരു സുരക്ഷിതമായ ഇടമാണ്. ഇനി അത് തകരുകയാണെങ്കിലോ? അവിടെയാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. 23,900 എന്ന ആ നമ്പറിലേക്ക് മാർക്കറ്റ് പോയാൽ നമ്മുടെ പ്ലാനുകൾ ഒന്ന് മാറ്റേണ്ടി വരും. പലരും പറയുന്നത് മാർക്കറ്റ് താഴേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് എന്നാണ്. പക്ഷെ ഞാൻ പറയും, ഇതൊരു നല്ല സമയമാണ്. എന്തിനാണെന്നോ? പഠിക്കാൻ. ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി SIP തുടരുക എന്നതാണ്. മാർക്കറ്റ് കയറിയാലും ഇറങ്ങിയാലും അത് നിങ്ങളെ സഹായിക്കും. നാളെ രാവിലെ സ്ക്രീൻ തുറക്കുമ്പോൾ പച്ചയും ചുവപ്പും കണ്ട് ആവേശം കയറാതെ ഈ പറഞ്ഞ അക്കങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്. പണം നിങ്ങളുടേതാണ്. അത് എവിടെ ഇടണം എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. മാർക്കറ്റ് എപ്പോഴും അവിടെ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള മൂലധനം അത് സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. നാളെ രാവിലെ സമാധാനമായിട്ടിരിക്കുക. മാർക്കറ്റ് എങ്ങോട്ട് തിരിയുന്നു എന്ന് നോക്കുക. 24,117 എന്ന സപ്പോർട്ടും 24,300 എന്ന റെസിസ്റ്റൻസും തമ്മിലുള്ള വടംവലി കാണുക. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാഴ്ച മുൻപ് നമ്മൾ എവിടെയായിരുന്നു? ഇന്നും നമ്മൾ ഏകദേശം അവിടെ തന്നെയുണ്ട്. ഇതിനർത്ഥം മാർക്കറ്റ് ഒന്ന് വിശ്രമിക്കുകയാണ്. ആ വിശ്രമം ഒരു വലിയ കുതിപ്പിന് മുന്നോടിയാണോ അതൊരു വീഴ്ചയുടെ തുടക്കമാണോ?
ഇത് പശ്ചിമേഷ്യ യുദ്ധം അടക്കമുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഗതി, ഡോളർ സൂചികയുടെ നീക്കങ്ങൾ, ക്രൂഡ് ഓയിൽ വില, രൂപയുടെ പ്രകടനം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കും. എന്തായാലും മാർക്കറ്റിന്റെ ട്രെൻഡ് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. തൽക്കാലം നാളത്തെ ഓപ്പണിംഗിൽ ഒരു ശാന്തമായ തുടക്കം നമുക്ക് പ്രതീക്ഷിക്കാം.